അടാട്ട് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മഴവെള്ളം കുത്തിയൊഴുകി റോഡ് അപകടാവസ്ഥയിൽ ദുരിതത്തിലായി സമീപവാസികൾ. അടാട്ട് പഞ്ചായത്തിലെ 15-16 വാർഡുകളുടെ അതിർത്തിയിലുള്ള റോഡാണ് കുഴികൾ നിറഞ്ഞും വശം ഇടിഞ്ഞും അപകടാവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഐശ്വര്യ നഗറിൽ നിന്നും അടാട്ട് നിത്യസഹായമാത പള്ളി റോഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് നാട്ടുകാരുടെ സഹായത്തോടെ സ്ഥലം വിട്ടു നൽകി നിർമ്മിച്ച റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡിന്റെ തൊട്ട് താഴെയുള്ള വീടുകളിലേക്കും പറമ്പിലേക്കും ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് ദുരിതമായി മാറിയിരിക്കുകയാണ്. ഓരോ മഴയ്ക്കും വീടിന് പുറകിലും വർക്ക് ഏരിയയിലേക്കും വെള്ളവും ചെളിയും ഒഴുകിയെത്തുന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളവും ചെളിയും അടക്കം വന്ന് നമ്മുടെ വർക്ക് ഏരിയ മുഴുവൻ നിറഞ്ഞ അടുക്കളയിലേക്ക് കിടക്കണ അവസ്ഥയല്ല. ആ വെള്ളം വരുന്നത് നമുക്ക് തടയാൻ പറ്റണ ഒരു അവസ്ഥയല്ല. ഇപ്പൊ മണ്ണും വെള്ളം വരുന്നില്ലെങ്കിലും ചാക്കുകൾ പൊട്ടി പൊട്ടി വീഴുക. നമുക്ക് വാതിൽ തുറക്കാനോ പുറത്തേക്ക് കടക്കാനോ പറ്റണില്ല. 2 വർഷത്തോളമായി ആ മതിൽ കെട്ടിയിട്ട് ആദ്യത്തെ ഒരു വർഷം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സമീപവാസികൾ സ്ഥലം വിട്ടുകൊടുത്ത് റോഡ് നിലവിൽ വന്നിട്ട് ഏതാനും വർഷങ്ങളായെങ്കിലും വെള്ളമൊഴുകി പോകുന്നതിന് ഇതുവരെയും കാന നിർമ്മിച്ചിട്ടില്ല. 2010 ഈ വഴി ഇവിടെ വിട്ടുകൊടുത്തത്. അങ്ങനെ വഴി വന്നു. പിന്നെ ഇതിങ്ങനെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തു. ആ സമയത്ത് ഇത് ആസ്തിയിൽ വന്നു. പിന്നെ അവർ ചെയ്യാന്ന് പറഞ്ഞു. ഫണ്ട് പാസ്സായി വന്നപ്പോൾ ഈ അതിര് അളക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. ഇതിന്റെ ആൾ ഒപ്പിട്ട് കൊടുത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയ്ക്കാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ തടയുന്നതിനായി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. ഈ കോൺക്രീറ്റ് ഭിത്തി അവസാനിക്കുന്ന ഭാഗത്തെ മണ്ണ് തള്ളിപ്പോയതാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിപ്പോ ഒരു വെറുതെ ചാക്കില് കുറച്ച് മണലിട്ടിട്ട് അത് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിന് കാലാവധി കുറച്ച് സമയമല്ലല്ലോ. അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞപ്പോൾ അതങ്ങനെ കുത്തൊലിച്ച് നേരെ വീടിന്റെ പുറകിലേക്ക് വരുന്നു. അപ്പൊ അവർക്ക് അത് തടസ്സമുള്ള കാരണം കൊണ്ട് അപ്പുറത്തെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് അത് തന്നാൽ നമ്മളിപ്പോൾ അത് മാനുഷിക വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ തടസ്സം പറയുന്നില്ല. അപ്പൊ അത് അവർ ചെയ്യേണ്ടത് ഇതായിരുന്നു, ആ സൈഡൊന്ന് ബന്ധസാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് എല്ലാ മാലിന്യം വന്നടയുന്നത് നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അവശേഷിക്കുന്ന ഭാഗം കൂടി കോൺക്രീറ്റ് ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനെ കാന നിർമ്മിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്യുമ്പോൾ റോഡരികിലെ മറ്റു വീടുകളിലേക്കും വെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. സമീപത്തുള്ള ഒരു വീടിന്റെ മതിലും വീഴാറായ അവസ്ഥയിലാണ്. എന്നാൽ പരിസരത്ത് അവശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത് ചിലവേറിയ പ്രവൃത്തിയായതിനാൽ പഞ്ചായത്തിന് തനിച്ച് ഇത്രയും ഫണ്ട് മാറ്റിവെക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ MLAയുടെയും MP യുടെയും സഹായം തേടിയിട്ടുണ്ടെന്ന് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഇതിനുകൊണ്ട് താൽക്കാലികമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി സാറ് അധികാരത്തിലേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആദ്യഘട്ടം എന്ന നിലയിൽ ഫണ്ട് 10 ലക്ഷം രൂപ, ഏകദേശം 10 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയും ചെയ്തു. ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ വശത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ വോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഏകദേശം 40-45 ലക്ഷം രൂപയോളം ആ പ്രൊട്ടക്ഷൻ വാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം നമുക്കത് സാധിക്കില്ല. അത് ജില്ലാ നമ്മുടെ ഭരണകൂടം എന്ന നിലയ്ക്ക് MLAയുടെയും MP യുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ, അധികാരത്തിലിരിക്കുന്നവരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷയും കാറും കടന്നുപോയിരുന്ന വഴിയിൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അധികൃതർ ഇടപെട്ട് വകുപ്പുകളുടെ ഏകോപനത്തോടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV.